ഹിജാബൊക്കെ വലിച്ചൂരി സ്ത്രീകൾ ഖമനേയിയുടെ ചിത്രം കത്തിക്കുകയാണ്. വലിയ പ്രക്ഷോഭമാണ് ഇറാനിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. നിരവധി പ്രക്ഷോഭകാരികളെ ഈ നെറികെട്ട ഭരണാധികാരിയുടെ കീഴിൽ ആ ഭരണകൂടം നിഷ്കരുണം കൊല്ലുകയാണ്. ഏതായാലും 2000-ൽ കൂടുതൽ കണക്കുകൾ വരികയാണ്, അത്രയും ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഭാവിയിൽ വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് വളരെ നിർണായകമാണ്. ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എന്തായിരിക്കണം ഇറാനിൽ സംഭവിക്കേണ്ടത്? അതായത് ഈ ജനാധിപത്യം ആഗ്രഹിക്കുന്ന ഈ വിപ്ലവകാരികൾ നയിക്കുന്ന ഒരു ഭരണകൂടമാണോ, അതോ അമേരിക്കയുടെ ഭരണകൂടമാണോ, അതോ ഖമനേയി തന്നെ തുടരുന്നതാണോ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഗുണകരമാകുക? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഇത് നമ്മൾ വിചാരിക്കുന്ന അത്ര ലളിതമായിട്ടുള്ള ഒരു വിഷയമല്ല. അതായത് ഇത് കറുപ്പും വെളുപ്പുമായിട്ട് വേർതിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇതിൽ ഒരുപാട് ഈ ഗ്രേ ഏരിയാസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഉണ്ട്. ഒറ്റയടിക്ക് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് കുറച്ചെങ്കിലും അനുകൂലമായ പല നിലപാടുകളും എടുത്തത് 1978-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും അത്ഭുതം ഉണ്ടാകും, പക്ഷെ ചരിത്രം അങ്ങനെയാണ്. അയത്തുള്ള റുഹുള്ള ഖമൈനിയുടെ നേതൃത്വത്തിൽ 1978-ൽ അന്നത്തെ ഭരണാധികാരിയായ ഷാ പെഹൽവിയെ അവിടെ നിന്നും പുറത്താക്കിയേ അയാൾ അവിടെ നിന്ന് ഓടിപ്പോയതിനു ശേഷമാണ് ഇറാൻ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്ത് തുടങ്ങിയത്. അതിനു മുമ്പ് ഇറാനിൽ ചക്രവർത്തിയായ ഷാ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, ഷാ പെഹൽവി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പൂർണ്ണമായും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു ഇറാൻ്റേത്. അന്ന് പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഇറാൻ, അമേരിക്കയുടെ സജീവ പിന്തുണയോടെയുള്ള ഇറാൻ ഇന്ത്യക്ക് പൂർണ്ണമായി എതിരായിരുന്നു. അങ്ങനെയുള്ള ഇറാന്റെ നിലപാടുകൾ ഇന്ത്യക്ക് താരതമ്യേന, ഞാൻ ഖമൈനി ഇന്ത്യയുടെ സുഹൃത്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ബാക്കി, അതായത് അവിടെ ഒരു ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഈ അറബ് രാജ്യങ്ങളിൽ വലിയ, അല്ലെങ്കിൽ ഇറാൻ അറബ് രാജ്യമല്ല, പേർഷ്യൻ രാജ്യത്ത് ജനാധിപത്യം എന്ന് പറയുന്നതിന് വലിയ ഒരു പ്രസക്തി ഒന്നുമില്ല. കാരണം അവിടുത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് മതാധിപത്യമാണ്, തിയോക്രസിയാണ്. അപ്പം ഈ ഖമൈനിയെ മാറ്റിയിട്ട് ആര് വന്നാലും അത് ഇന്ത്യക്ക് അനുകൂലമാവാനിടയില്ല. കാരണം അങ്ങനെ വരാനിരിക്കുന്നത്, ഇപ്പം ഗൗതം പറഞ്ഞ പോലെ അമേരിക്കയുടെ ഭരണകൂടവും ജനാധിപത്യം അങ്ങനെ രണ്ടില്ല. അവിടെ വരാനിരിക്കുന്ന ഭരണകൂടം എന്ന് പറയുന്നത് ഈ ജനാധിപത്യത്തിന്റെ മുഖംമൂടിയിട്ട അമേരിക്കൻ പിന്തുണയുള്ള ഒരു ഗ്രൂപ്പായിരിക്കും. അത് ഇന്ത്യക്ക് ഒട്ടും, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമല്ല എന്ന് തന്നെ ഞാൻ പറയും. പ്രദേശത്ത് അസ്ഥിരതയുണ്ടാകും, അത് സ്വാഭാവികമായിട്ടും. ഇനി ഞാൻ ഈ പറയുന്ന, ഇപ്പൊ ഖമൈനി ഇന്ത്യയെ അനുകൂലിച്ചു, അല്ല ഇന്ത്യക്ക് താരതമ്യേന അനുകൂല നിലപാടെടുത്തു എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നത് വല്ല വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്, ഇങ്ങേരുടെ പിന്നെ സ്വന്തം താല്പര്യം അങ്ങ് പറയുവാണോ എന്ന് സംശയിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഞാൻ കൃത്യമായൊരു മറുപടി പറയാം. അതായത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഷായുടെ ഭരണകാലത്ത് യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പാകിസ്ഥാൻ ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിക്കുന്ന ജോലി ഇറാൻ്റേതായിരുന്നു. എന്തിന് 1972-ൽ 71-72 കാലഘട്ടത്തിലുണ്ടായ ബംഗ്ലാദേശ് വിമോചന യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാന്റെ വിമാനങ്ങൾ ഇന്ത്യയുടെ ബോംബാക്രമണത്തിൽ രക്ഷിക്കാനായിട്ട് ഇറാനിലേക്ക് മാറ്റിയിരുന്നു. ഇറാനിലെ താവളങ്ങളിലാണ് അത് സൂക്ഷിച്ചിരുന്നത്. മാത്രമല്ല ജോർഡാന്റെ വിമാനങ്ങൾ ഇറാന്റെ വിമാനങ്ങളും പാകിസ്ഥാന് കൊടുക്കാൻ ഷാ സന്നദ്ധനായിരുന്നു. ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിച്ചിരുന്നു. അതിനു മുമ്പ് 65-ലെ യുദ്ധകാലത്തും ആയുധങ്ങളും വെടിക്കോപ്പുകളും പാകിസ്ഥാൻ എത്തിച്ചിരുന്നത് ഇറാനാണ്. അതും കൂടാതെ വലിയ രീതിയിലുള്ള ധനസഹായവും പാകിസ്ഥാന് കൊടുത്തിരുന്നു. അതെല്ലാം നിന്നു ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളുടെ താല്പര്യങ്ങൾക്കായി ഇറാനിൽ മുൻഗണന. പാകിസ്ഥാനിലെ ദുരിതമനുഭവിക്കുന്ന 25% വരുന്ന ഷിയാക്കളുടെ പ്രശ്നത്തിനും പ്രതിസന്ധിക്കുമാണ് ഖമൈനിമാർ എന്ന് മുൻഗണന കൊടുത്തിരുന്നത്. ഇത് ഇന്ത്യക്ക് അനുകൂലമായ വളരെ നിർണായകമായ ഒരു നടപടി 1994-ൽ ഖമൈനി എടുത്തു. അത് സത്യത്തിൽ അത് നമുക്കത് മറക്കാൻ പറ്റുന്നതല്ല. അതായത് 1994-ൽ ഐക്യരാഷ്ട്രസഭയിലെ ഒരു പ്രമേയം പാശ്ചാത്യ ശക്തികൾ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന പ്രമേയം അനുസരിച്ചിട്ട് ഇന്ത്യയെ കശ്മീരിൽ ഇന്ത്യ പിന്നെ ഭീകരർക്കും വിഘടനവാദികൾക്കും എതിരെ എടുക്കുന്ന നടപടികൾ
പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യക്കെതിരെ ഉപരോധം കൊണ്ടുവരണമെന്നും ഇന്ത്യയുടെ മനുഷ്യാവകാശ ലംഘനങ്ങളെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രമേയം പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ സഹായത്തോടു കൂടി അവിടെ അവതരിപ്പിക്കപ്പെട്ടു. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൽ ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. ഈ രണ്ടിടത്തും ഇന്ത്യക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത് അന്നത്തെ ഇറാനിയൻ പ്രസിഡന്റ് ആയിരുന്ന ഹഷ്മി റഫ്സഞ്ചാനിയാണ്. ആ റഫ്സഞ്ചാനി അന്ന് അങ്ങനെ വോട്ട് ചെയ്യുന്നത് അയത്തുള്ള ഖമൈനിയുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സ്വാഭാവികമായിട്ടും അയത്തുള്ളമാര് നമ്മളെ ഇന്ത്യയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ലായിരുന്നു. പക്ഷെ അവർ ഇടയ്ക്കിടയ്ക്ക് കശ്മീരിന്റെ കാര്യത്തിൽ പിന്നെ വിഘടനവാദികൾക്ക് അനുകൂലമായ നിലപാടും എടുക്കുമായിരുന്നു. അത് വാചകവഴി നടത്തുമെങ്കിലും ഐക്യരാഷ്ട്രസഭയിലോ അതുപോലുള്ള വേദികളിലോ ഒരു വോട്ടിങ്ങോ പ്രമേയമോ വന്നാൽ അപ്പോൾ ഇന്ത്യയുടെ അനുകൂലമായിട്ട് അവർ നിൽക്കും. അങ്ങനെ ഒരു തന്ത്രപരമായ നിലപാടാണ് ഇറാൻ എടുക്കുന്നത്. അപ്പോൾ ആ തന്ത്രപരമായ നിലപാടെടുക്കുന്നതിൽ നമുക്ക് അവരെ അങ്ങനെ അങ്ങ് എന്താണ് പിന്നെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. കാരണം ഇന്ത്യയും അങ്ങനെ നിലപാട് എടുക്കാറുണ്ട്. ഇവിടെ പിന്നെ ഒരിക്കൽ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയിലെ വിഷയത്തിൽ അവിടെ ഇറാനിൽ പരിശോധന നടത്തുന്ന വിഷയത്തിൽ ഇറാനെതിരായിട്ട് ഇന്ത്യ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2017 അയത്തുള്ള അലി ഖമൈനി പിന്നെ കശ്മീരിന്റെ വിഷയം, അത് പിന്നെ ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ കശ്മീരികൾക്ക് പിന്തുണ കൊടുക്കണമെന്നും യമനിലെയും ബഹ്റിനിലെയും മുസ്ലിങ്ങളുടെ പ്രശ്നവും കാശ്മീരിലെ പ്രശ്നവുമായിട്ട് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് അതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പ്രസ്താവന ഇറക്കി. അതായത് അവിടെ ഇന്ത്യ അടിച്ചമർത്തൽ നടത്തുന്നു എന്നൊരു പ്രസ്താവന അദ്ദേഹം ഒരു ഈദ് സന്ദേശത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തി. അതുകൂടാതെ ഇതിന് മുമ്പ് നടത്തിയിട്ടുണ്ട്. 2010 അങ്ങനെ മറ്റൊരു പ്രസ്താവന നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അയത്തുള്ള ഖുമൈനി ചില സമയങ്ങളിലൊക്കെ ഇന്ത്യക്ക് എതിരായിട്ട് അന്താരാഷ്ട്ര വേദികളിലും കാശ്മീർ വിഷയത്തിൽ വിഘടനവാദികൾക്ക് അനുകൂലമായി നിലപാടെടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അധരവ്യായാമം നടത്തുമായിരുന്നെങ്കിലും ഒരു വോട്ടിങ്ങോ ഒരു ഉപരോധ നടപടിയിലേക്കോ പാശ്ചാത്യ ലോകം ഇസ്ലാമിന്റെ അതായത് ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ശ്രമിക്കുമ്പോൾ ഖമൈനി ആ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് പാശ്ചാത്യ രാഷ്ട്രങ്ങളെ അനുകൂലിച്ചിരുന്നില്ല എന്നുള്ളത് അത്ര മതി. ഞാൻ പറയുന്നത് ഇന്ത്യയെ എല്ലാ രീതിയിലും പിന്തുണയ്ക്കുകയൊന്നും വേണ്ട. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു ചെറിയ സഹായമൊക്കെ ചെറുതായിട്ടൊന്ന് കണ്ണടയ്ക്കാനും ഒക്കെ അതിന് തയ്യാറായ വ്യക്തിയാണ് അയത്തുള്ള റുഹുള്ള ഖമൈനിയും അയത്തുള്ള അലി ഖമൈനിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത് കാരണം എൻ്റെ ഒരു വിലയിരുത്തലിൽ ഈ ജനാധിപത്യ പ്രക്ഷോഭത്തിന്റെ പേരിൽ ഇന്ത്യ രോമാഞ്ചം കൊള്ളേണ്ട കാര്യമില്ല. ഒരു കാരണവശാലും അവരെ നമ്മൾ അനുകൂലിക്കുകയും ചെയ്യേണ്ട. കാരണം അത് പാശ്ചാത്യ ശക്തികളുടെ പിണിയാളുകളാണ്. അവിടെ ഈ പറയുന്ന ജനാധിപത്യവും ഇറാനിലെ കാര്യം ഇറാനി നടക്കട്ടെ. ഇറാനിലെ സ്ത്രീകൾ പർദ്ദ ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യട്ടെ. അവർ പ്രക്ഷോഭം നടത്തി അയത്തുള്ളമാരെ പുറത്താക്കുന്നെങ്കിൽ അവർ പുറത്താക്കട്ടെ. ഇന്ത്യയുടെ താല്പര്യം ഇതിൽ കയറിയിട്ട് ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുക. അത് തീർച്ചയായിട്ടും മോദി സർക്കാരും ആ നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. മോദി സർക്കാർ ഇതിന് വലിയൊരു ആവേശമൊന്നും കാണിച്ചിട്ടില്ല പ്രക്ഷോഭകാരികളെ പിന്തുണയ്ക്കുന്നതിൽ. പക്ഷേ മനുഷ്യാവകാശത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ മാനവികതയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇറാനിലെ ഭരണാധികാരികൾ അതിക്രൂരമായിട്ടാണ് പ്രക്ഷോഭകാരികളെ ഇപ്പം നേരിടുന്നത്. 12,000-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇന്ന് രാവിലെ വന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്ത. ഇന്നലെ വരെ അത് 2,600-ന് മേൽ എന്നുള്ളതായിരുന്നു. പലയിടത്തും വെറുതെ ആൾക്കാരെ കൊന്നിട്ട് കുഴിച്ചിടുകയാണ്. പലയിടത്തും പ്രക്ഷോഭകാരികളുടെ ഇടയിൽ ആള് കയറിയിട്ട് ഈ പിന്നെ കാഴ്ച നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വെടിയുണ്ടയുണ്ട്. അത് ആളെ കൊല്ലത്തില്ല, പക്ഷെ അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പലപ്പോഴും അതിന്റെ ചീളുകൾ കണ്ണിലൊക്കെ തറച്ചു കയറും. അത്തരം ക്രൂരമായ വെടിയുണ്ടകളും ഒക്കെ വെച്ച് പ്രക്ഷോഭകാരികളെ നേരിടുകയാണ്. അമേരിക്ക പ്രക്ഷോഭകാരികളെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അമേരിക്ക സഹായിച്ചിട്ടില്ല. അമേരിക്ക മടിച്ചിരിക്കുകയാണ്. അമേരിക്കക്ക് അറിയാം ഇത് അത്ര എളുപ്പമല്ലെന്ന്. പണ്ടൊരിക്കൽ ഇറാനിൽ ഇറങ്ങി 1980 ഞാൻ ഒരിക്കലത് സൂചിപ്പിച്ചിരുന്നു. ടെഹ്റാനിലെ അമേരിക്കൻ എംബസിയിലെ 80ഓളം വരുന്ന ഉദ്യോഗസ്ഥരെ ഇറാനിലെ ഇസ്ലാമിക പ്രക്ഷോഭകാരികൾ ബന്ദിയാക്കി. അങ്ങനെ ബന്ദിയാക്കിയപ്പോൾ അവരെ മോചിപ്പിക്കാനായിട്ട് അമേരിക്ക ഒരു ഓപ്പറേഷൻ നടത്തി. ആദ്യത്തെ ഓപ്പറേഷൻ വിജയിച്ചെങ്കിലും രണ്ടാമത്തെ ഓപ്പറേഷൻ പരാജയപ്പെട്ടു. ഇവരെ മോചിപ്പിക്കാനായിട്ട് വന്ന സൈനികരിൽ പലരും ഇറാൻ സൈനികരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. പിന്നെ ഇത് ഉപേക്ഷിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. 80ഓളം പേരെ മോചിപ്പിക്കാനുള്ള ആ മിഷൻ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. അന്ന് ജിമ്മി കാർട്ടർ ആയിരുന്നു തോന്നുന്നു അവിടുത്തെ പ്രസിഡന്റ്. അതോ റെയ്ഗൻ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ ആണെങ്കിലും ശരി,
അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇറാന് മേൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു മേധാവിത്വം കൊണ്ട് അമേരിക്കയാണ് ഇന്ന് ലോകത്തിലെ ഏക ശക്തി, പണ്ടത്തെ പോലെ അല്ല. ഇതൊക്കെ ആണെങ്കിലും ഇറാനിൽ വെനിസ്വേലയിലെ പോലെ ഇടപെടാൻ അമേരിക്ക മടിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ഭയമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ, എൻ്റെ ഒരു ഊഹത്തിൽ പ്രക്ഷോഭകാരികൾക്ക് ആയുധങ്ങളോ അല്ലെങ്കിൽ എന്താണ് ഇന്റർനെറ്റ് വഴിയുള്ള സഹായങ്ങളോ ഒക്കെ ആ രീതിയിൽ കൊടുക്കുമെന്നല്ലാതെ അമേരിക്കൻ സൈന്യം നേരിട്ട് ഇടപെടാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ കരുതുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും മോദി സർക്കാർ വളരെ ആലോചിച്ചുറച്ചുള്ള പ്രതികരണമാണ് ഇതിൽ നടത്തുന്നത്. പൊതുവെ അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റ് ജനാധിപത്യ പ്രക്ഷോഭകാരികളെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അത് വളരെ ആലോചിച്ചുള്ള ഒരു പിന്തുണയാണ്. അധികം ആവേശമൊന്നും ഇന്ത്യ കാണിക്കുന്നില്ല. ഖമൈനിമാരെ അങ്ങനെ ഇന്ത്യക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഖമൈനിമാർ ഇന്ത്യക്കാരാണ്. അവർ ലക്നൌവിൽ നിന്നും ടെഹ്റാനിലേക്ക് കുടിയേറിയ ആൾക്കാരാണ്. അവരുടെ പൂർവികർ ഇന്ത്യക്കാരാണ്. അങ്ങനെ ഇന്ത്യയുമായിട്ട് പൊക്കിൾക്കൊടി ബന്ധമുള്ള ആൾക്കാരാണ് ഖമൈനി കുടുംബം. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ കാണാം. താങ്ക് യു.